അതൊക്കെ ചൂര കറി വെച്ചാലോ ഒന്ന്. ഓ നമുക്ക് ചൂര കറി വയ്ക്കുകയും ചെയ്യാം, വറക്കുകയും ചെയ്യാം. നമ്മ കുറെ ദിവസമായി ഇപ്പൊ മേടിച്ചിട്ട്. ഇതെന്താണ്? ചൂര. അപ്പൊ നമുക്കൊന്ന് ചൂരക്കറി വറക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകള് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതായത് ആദ്യമായിട്ട് കാണുന്ന ചങ്കുകള് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരം കളയില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് നന്നായിക്കൊണ്ടിരാം. ഒരു കാര്യം ചെയ്യും, ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യട്ടെ. ഭയങ്കര കട്ടി പല്ലുനാക്കൊക്കെ കട്ടിട്ട് പല്ലുനാ കടിക്കണ്ട, ആദ്യം മൂർച്ച കൂട്ടിയാ മതി. അല്ലാതെ ഇത് മൂർച്ച പോയിട്ടാ. ഞാൻ അപ്പൊ ഞാൻ അത് വെട്ടിത്തരട്ടെ. നിങ്ങള് പല്ലുനാക്കം കടിക്കണ്ട കേട്ടാ, കത്തീര മൂർച്ചോണ്ട്. മീനൊന്നും അറിയില്ല. എന്നാലും ഒരു ബലമായിട്ടുള്ള സാധനം മുറിച്ച് വേണം. ചിക്കൻ തിന്ന് മതിയായിട്ടാ. ചിക്കൻ മേടിച്ചില്ല. ഇനി ചിക്കൻ മേടിച്ചില്ല, ഞാൻ അടുത്ത ബീഫ്. ഞാൻ നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല. നീ ഇന്നലെ ഭക്ഷണം കഴിച്ചില്ലേ? നീ ഒരാഴ്ച ചിക്കൻ മേടിച്ചില്ലെങ്കിൽ പറയും ഓ ചിക്കനായിരുന്നു നല്ലത്. കഴുകി കൊടുത്താട്ടാ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, അപ്പോഴേക്ക് ഞാനുള്ള ചായ കുടിക്കട്ടെ. മീൻ പറ്റി ക്ഷീണിച്ച്. ഇന്നിവിടെ മഴ പെയ്തിട്ടില്ലേ? കേരളത്തിലുള്ള മഴ പെയ്തിട്ട് മഴയില്ല. മീൻ വറക്കുമ്പോൾ സാധാരണ വറക്കണ പോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും ഒക്കെ ആയിട്ടാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് വേണ്ട. അവിടെ ഇന്ന് ചാള ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോ ഇത് കിടക്കണ്ട. അപ്പൊ ഇത് കുറേ മേടിച്ചിട്ട് ചാള ആയിരുന്നു ഞാൻ നോക്കാന്നില്ല. കളിച്ച് നടന്ന കാലത്തുള്ള പാട്ടുകളാണ്. അത് കുറെ പാട്ടുകളുണ്ട്. അധികം തമിഴ്. അന്ന് തമിഴ് പാടാൻ ഇഷ്ടം. ഇത് മലയാള പാട്ട്. നല്ല നല്ല പാട്ടുകളുണ്ട്, അടിപൊളി പാട്ടുകൾ. അന്നൊക്കെ സിനിമയ്ക്ക് പോയ പാട്ട് പുസ്തകം കിട്ടും, മേടിക്കും. പാട്ട് പുസ്തകം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കേ, നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോയൊരു പദ്യം കാണാപ്പാടം പഠിച്ച കിട്ടില്ല. ആവശ്യമില്ലാത്ത പാട്ടുകളൊക്കെ നമുക്ക് കാണാപ്പാടം പെട്ടെന്ന് കിട്ടും. എന്താണ് മനസ്സിലാവുന്നത്? സ്കൂളിൽ ഒന്ന് ടീച്ചർ ചോദിച്ചാ നമ്മള് ദിവസമൊക്കെ വന്നിട്ട് പഠിച്ചിട്ടുണ്ടാവും. ടീച്ചർ ചോദിച്ചാ ഒന്നും കിട്ടില്ല. നമുക്ക് ആകെ തല്ലിനെ പേടിച്ചിട്ട് തോന്നുന്നുണ്ട്.
അവസാനം ഒരു സിനിമയിലെ പാട്ട് ചൊല്ലാൻ പറഞ്ഞു 2 പ്രാവശ്യം കേട്ടാ നമുക്കതിന്റെ പകത്തോളം മനസ്സിലാവും. ഞായറാഴ്ച രാവിലെ ഒരു പോക്കങ്ങ് പോകും കൊടുങ്ങല്ലൂർക്ക്. എന്നിട്ട് മുകളിൽ മോണിഷ കാണും, തൊട്ടപ്പുറത്ത് നോകളുണ്ട്, അവിടെ പോയി മോണിഷ കാണും. അത് ഞാൻ ടോട്ടോട് ശ്രീകാളത്തിലേക്ക് അവിടെ പോയി മാറ്റിനി കാണും. പുതിയ പടമെങ്കിൽ ആകെ തിക്കുന്നവർക്ക് കൂപ്പിൽ കിട്ടുന്നത് പടമൊക്കെ വെള്ളം തരും. മീൻ വറക്കാനടുത്തേക്കാ വറക്കാൻ നല്ല കഷ്ണം വെച്ചിട്ട്. അപ്പൊ നമുക്ക് കറി ഉണ്ടാക്കാൻ ഉള്ളി ചെറുത് മുറിക്കുന്നുണ്ടോ എങ്ങനെ തൊട്ടാൽ മതി? വഴറ്റാൽ മതി. കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രമേ. ശേഷം വെളിച്ചെണ്ണ വെച്ചോണ്ട് ചായ പൊടി, കട്ട, കുരുമുളക് പൊടി, ലേശം വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ വറുത്താൽ മതി. കുറച്ച് ഉപ്പ്, അപ്പോൾ കുറച്ചില്ല, അത് നമുക്കെണ്ണ പോലെ ആവും. കുറച്ച് വെളിച്ചെണ്ണ, കുരുമുളകിൻ്റെ കുത്ത്, മീൻ കറി വയ്ക്കണം. മുറിച്ചാലോ? പച്ചമുളക്, ഇഞ്ചിയൊക്കെ നമ്മുടെ പെരുന്നാളും ഇതും മാറ്റുണ്ടാവോ? പൂരവും അല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരുമിച്ചല്ലായിരുന്നു. ചിലപ്പോ മാറ്റുണ്ടാവായിരിക്കും. വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഒരുമിച്ച് വന്നതാണ്. പൂരന്നെ നാളിനനുസരിച്ച് വരാറുണ്ട്. നമ്മള് തക്കാളി ഇടാറുള്ള കറിയില് എത്താണ്ടാവും. ഇത് വെച്ചിട്ട് കിട്ടുള്ള തക്കാളി ഇല്ല നിങ്ങൾ ചായക്കപ്പോ പൊക്കച്ച് ചെറിഞ്ഞ് വേപ്പട ചട്ടി വെച്ചോളി. ചട്ടി വെക്കുമ്പോ ആദ്യം കത്തിക്കുക. ഉലുവ, കടുക്, 2 വെളുത്തുള്ളി കൊണ്ടാ മതി. അത് മറന്ന് പോച്ചേ. വെള്ളത്തിന്റെ അല്ലേ? എണ്ണരിക്കത് എണ്ണമയം പറഞ്ഞ വെളിച്ചെണ്ണ വെച്ചോ. ചട്ടി ഇവിടെ ഉണ്ട്. ഗ്യാസ് കൂടെ വെച്ചോ. എണ്ണ ഇങ്ങനെ തെളിഞ്ഞിക്കണം മതി. എന്താ നമ്മളെ സ്വന്തം മില്ല് പോലെയാണല്ലോ പറച്ചില്. വെളിച്ചെണ്ണ തെളിഞ്ഞിരിക്കണോ? പണ്ട് ആൾക്കാരെ എന്താ പറഞ്ഞിരുന്നത്? അപ്പൻ്റെ വെളിച്ചെണ്ണ മില്ലുണ്ടോന്നുള്ളത്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു തൊണ്ട് ഉലുവ, അത് കഴിഞ്ഞ ചില നാട്ടിൽ പറയും കൊച്ചുള്ളി എന്ന് പറയും. കൊച്ചുള്ളി, ചെറുള്ളി, ചുവന്നുള്ളി നമുക്ക് എന്തായാലും തുള്ളി കൊടുക്കും. കൊടുക്കുക. നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതിട്ട് കൊടുക്കുക. നിങ്ങൾ വേണ്ട ഒരു തക്കാളി അരിഞ്ഞു വെച്ചാൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്.
അപ്പോൾ നമുക്ക് ഇനി പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഫിഷ് മസാല. ശരിക്കും മല്ലിപ്പൊടി മുളക് മുരിയരുത്, പച്ചമണം പോയാൽ മതി കറക്കി മീൻ കറിക്കൊക്കെ. നമ്മൾ 2 കുടപ്പുളി ചെറുതാക്കി ഇട്ടത്. ആവശ്യത്തിനുള്ള വെള്ളം. ഈ മീൻ കറിക്ക് എന്തോരം ഗ്രേവി ആവശ്യമുണ്ടോ അതുപോലെ വെള്ളം ഒഴിക്കുക. വെച്ചിട്ട് കുറേ വെള്ളം ഒഴിച്ച് സാമ്പാർ പോലെ വയ്ക്കുക. മീൻ കറി ടേസ്റ്റും. ചില ആൾക്കാർ വെള്ളം പോലെ വയ്ക്കും ഇല്ലേ, ആൾക്കാരാണ് നോക്കിയിട്ട്. ചിലർക്ക് ചാറ് ഭയങ്കരമായിട്ട് വേണം. മൂടിച്ചോളി. നിങ്ങൾ കറി വയ്ക്കാൻ നിന്നാ പണ്ട് ആരാ പറഞ്ഞ കാക്കാൻ തൊട്ട് പാമ്പിന് പാമ്പ് പോലെ ആവും അല്ലേ? നിങ്ങൾ അങ്ങനെയാ പറഞ്ഞിട്ട് കാര്യല്ലേ. നമ്മളൊക്കെ വിശാലമായിട്ട് ഇങ്ങനെ ഇതാക്കിട്ടേ എവിടേക്ക് കളിച്ചാലും വെക്കണ കറി ടേസ്റ്റിലാന്ന് നോക്കിയാൽ മതി. ഉപ്പൊക്കെ നോക്കിയാൽ പുളിയോ ഉപ്പിട്ടേട്ടാ. ഇപ്പൊ നമ്മൾ മീൻ ഇട്ട് തിളപ്പിച്ച പോലെ തന്നെയായി. മൂടിക്കാലേ എന്തായിട്ടാവല്ലോ. വാവ് വാവ്. നമ്മുടെ മീൻ കറി റെഡി. മീൻ വറുക്കാൻ നോക്കട്ടെ. ഇതിഞ്ഞിരുന്ന് ഒന്നുകൂടി പറ്റില്ലേ? അപ്പൊ നമ്മുടെ ചൂരക്കറി നമ്മുടേതായ സ്റ്റൈല്. നമ്മുടെ ചൂരക്കറി അടിപൊളി. ഞാൻ ഇവിടെ നോക്കുമ്പോ നിങ്ങളാണ് ആദ്യം നോക്കണം. ഓ നീ നോക്കി ഞാൻ പോലെ തരണോ? വേണ്ട, നന്നായിട്ടില്ലേ? അപ്പൊ നമ്മുടെ ചൂരക്കറി നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണാൻ ചാനൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മള് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. ബൈ, കാണാം.